ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോൺ ഡൺ എന്നുള്ള ഫേമസ് ആയിട്ടുള്ള മെറ്റഫിസിക്കൽ പോയറ്റിൻ്റെ കാനനൈസേഷൻ എന്നുള്ള കവിതയാണ്. അപ്പോൾ ഇതിൻ്റെ തീം എന്ന് പറഞ്ഞാൽ ഇതിൽ സ്പീക്കർ ഒരു ഓൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് വളരെ യങ് ആയിട്ടുള്ള ഒരു ലവറിനെ കിട്ടിയിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള വേൾഡ് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ബിലവഡിനെയും ക്രിട്ടിസൈസ് ചെയ്യുന്നു. ഇതിൻ്റെ തുടക്കത്തിലെ സ്റ്റാൻസയിൽ തന്നെ നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട്, ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്. ആൻഡ് ഹി സീംസ് ടു ബി ചൈഡിങ് ഹിം ഓർ ക്രിട്ടിസൈസിങ് ഹിം ഫോർ കോൺസ്റ്റൻ്റ്ലി റിപ്രിമാൻഡിങ് ഹിം ഓർ പ്രിവെൻറ്റിങ് ഹിം ഫ്രം the process of indulging in love. സ്പീക്കറിനെയും അദ്ദേഹത്തിൻ്റെ ബിലവഡിനെയും പ്രണയിക്കാൻ സമ്മതിക്കാത്ത ഒരു ലോകം ചുറ്റുമുണ്ട്. ആ ലോകത്തിൻ്റെ റിപ്രസെൻറ്റേറ്റീവാണ് ശരിക്കും ഈ ഫ്രണ്ട്, അദ്ദേഹം പരാമർശിക്കുന്ന ഈ ഫ്രണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഫോർ ഗോഡ് സേക്ക്, ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്ന് മിണ്ടാതിരിക്കുക, ഹോൾഡ് യുവർ ടങ്, ഞാനൊന്ന് പ്രണയിച്ചോട്ടെ. എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ പ്രണയത്തെ തന്നെ നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുന്നു? നിങ്ങൾക്കതിനുള്ള റൈറ്റ് ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ ഈദർ ചൈഡ് മൈ പോൾസി ഓർ മൈ ഗൗട്ട്. പോൾസി ആൻഡ് ഗൗട്ട് എയിൽമെൻറ്റ്സ് ആണ്, ഫിസിക്കൽ എയിൽമെൻറ്റ്സ് ആണ്, അസുഖങ്ങളാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫിസിക്കൽ എയിൽമെൻറ്റ്സിന് നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ പ്രായത്തെ. മൈ 5 ഗ്രേ ഹെയർസ്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏജിനെയാണ്. അല്ലെങ്കിൽ എൻ്റെ റുയിൻഡ് ഫോർച്യൂണിനെ പറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാം. പക്ഷേ എൻ്റെ പ്രണയത്തെപ്പറ്റി നിങ്ങൾ ഒന്നും പറയാൻ പാടില്ല. നിങ്ങൾ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയം നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ തന്നെ പ്രോസ്പർ ചെയ്യാനുള്ള ഒരു അവസരമായി യൂസ് ചെയ്യുന്നില്ല? വൈ ഡോണ്ട് യു ഫോക്കസ് ഓൺ യുവർ സെൽഫ്? വിത്ത് വെൽത്ത് യുവർ സ്റ്റേറ്റ്, യുവർ മൈൻഡ്, വിത്ത് ആർട്സ് ഇംപ്രൂവ്, ടേക്ക് യുവർ കോഴ്സ് ഓർ ഗെറ്റ് യുവർ പ്ലേസ്. ഗോ ഗെറ്റ് എ പ്ലേസ് ഇൻ ദ കിങ്സ് കോർട്ട്. രാജാവിൻ്റെ പാലസിൽ, സഭയിൽ നിങ്ങളൊരു നല്ല സ്ഥാനമുണ്ടാക്കിയെടുക്കുക ഈ ടൈം കൊണ്ട്. ഗോ ആൻഡ് ഫ്ലാറ്റർ ഹിം. രാജാവിനെയോ അല്ലെങ്കിൽ പ്രഭുക്കന്മാരെയോ അല്ലെങ്കിൽ ഒരു ജഡ്ജിനെയോ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഫ്ലാറ്റർ ചെയ്യുക, പുകഴ്ത്തി പറയുക, സ്തുതി പാടുക. അതുകൊണ്ട് എന്തെങ്കിലും ഗുണം നിങ്ങൾക്കുണ്ടായേക്കാം. കാരണം അവരെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഐ എം നോട്ട് എ VIP, ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ. അവർ ഈ സ്തുതി പാടുന്ന ആൾക്കാരിൽ അവർക്ക് ഒരുപാട് ഇൻട്രസ്റ്റുമുണ്ട്. അവർ പ്ലീസ്ഡ് ആകും നിങ്ങളങ്ങനെ ചെയ്താൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിവാർഡായിട്ടൊരു നല്ല സ്ഥാനം കിട്ടിയേക്കാം, നിങ്ങളുടെ സാമ്പത്തിക നില തന്നെ പുരോഗമിച്ചേക്കാം. അതുകൊണ്ട് എന്നെ വെറുതെ വിടുക. സ്പെയർ മീ ആൻഡ് മൈ ബിലവഡ്. നിങ്ങൾക്കൊന്നും നേടാനില്ല എന്നെ ക്രിട്ടിസൈസ് ചെയ്തതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഗോ ഗെറ്റ് എ പ്ലേസ് ഇൻ ദ കിങ്സ് റിയൽ ഓർ ഹിസ് സ്റ്റാമ്പ്ഡ് ഫേസ്. സോ കമ്മിങ് ടു ദ സെക്കൻഡ് സ്റ്റാൻസ. He wonders who is injured by his love. He can't find anybody who falls a victim to his love. എൻ്റെ പ്രണയം, ഞാൻ പ്രണയത്തിൽ ഏർപ്പെടുന്നത് വഴി ആർക്കാണ് ഇത്രയും നഷ്ടം സംഭവിച്ചിരിക്കുന്നതെന്ന് സ്പീക്കറിന് മനസ്സിലാവുന്നില്ല. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് എക്സാജറേഷനാണ്, ഹൈപ്പർബല്ലയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് മെറ്റഫിസിക്കൽ പോയംസിൻ്റെ എല്ലാത്തിൻ്റെയും തന്നെ പ്രത്യേകതയാണ് ഈ ഹൈപ്പർബല്ല എന്നുള്ളത്, അല്ലെങ്കിൽ എക്സാജറേഷൻ. എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ പ്രണയം അല്ലെങ്കിൽ എൻ്റെ നെടുവീർപ്പിൽ മുങ്ങിപ്പോയിട്ടുള്ള ഏത് കപ്പലുകളാണ് ഇവിടെ ഉള്ളത്. ലിറ്ററൽ മീനിങ് ആണ്. ബട്ട് ഹീ സേസ് ദാറ്റ് ഹീ ഡോണ്ട് ഫൈൻഡ് എനിബഡി ഹു ഈസ് ruined ബൈ ഹിസ് ലവ്. ദാറ്റ് ഈസ് വാട്ട് ഹീ മീൻസ്. ഐ കാൺട്ട് ഫൈൻഡ് എനി ഓഫ് ദ ഗ്രൗണ്ട് ഗോട്ട് ഓവർഫ്ലോഡ് വിത്ത് മൈ ടീയേഴ്സ്. അതായത് എൻ്റെ കണ്ണീരുണ്ടാക്കിയ പ്രളയത്തിൽ ഏത് ഗ്രൗണ്ടാണ്, ഏത് നിലയാണ് മുങ്ങിപ്പോയിട്ടുള്ളത്? ഐ കാൺ ഫൈൻഡ്, ഐ കാൺ അണ്ടർസ്റ്റാൻഡ്. ഓർ വെൻ ഡിഡ് മൈ കോൾഡ്സ് എ ഫോർവേഡ് സ്പ്രിങ് റിമൂവ്. അല്ലെങ്കിൽ എൻ്റെ പ്രണയത്തിൻ്റെ ആ ഒരു കോൾഡ് അല്ലെങ്കിൽ കുളിര് ഏതാണ്, ഒരു വരാനിരുന്ന ഏത് വസന്തകാലത്തെയാണ് മായ്ച്ചു കളഞ്ഞത് അല്ലെങ്കിൽ ഇല്ലാതെയാക്കി കളഞ്ഞത്? അല്ലെങ്കിൽ എൻ്റെ പ്രണയം, എൻ്റെ ഞരമ്പുകൾ, എൻ്റെ സിരകളിലൂടെ ഓടുന്ന ആ ഒരു പ്രണയത്തിൻ്റെ ഹീറ്റ്, ചൂട് കൊണ്ട് മറ്റൊരു പ്ലേഗ് ഞാൻ ഇതുവരെ സൃഷ്ടിച്ചിട്ടില്ല. I can't find the heat which my vein fills, added one more to the plaguey pill.
ചുരുക്കി പറഞ്ഞാൽ എൻ്റെ പ്രണയം കൊണ്ട്, ഞാൻ പ്രണയത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് ആർക്കും ഇന്നേ വരെ ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ ഐ കാൺ അണ്ടർസ്റ്റാൻഡ് വൈ ദ വേൾഡ് ഇസ് ടു മച്ച് കൺസേൺഡ് അബൌട്ട് ദിസ്. ഞാൻ പ്രണയിച്ചാലും ഇല്ലെങ്കിലും വേൾഡ് നോർമലായി തന്നെ പോകും. എവറിത്തിങ് ഷാൽ ഹാപ്പൻ നോർമലി. സോൾജേഴ്സ് ഷാൽ ഫൈൻഡ് വാസ്, ദ ലോയേഴ്സ് ഷാൽ ഫൈൻഡ് too many cases, as far as there is as much as litigious men who quarrels move. ലോയേഴ്സിനാണെങ്കിലും ആവശ്യത്തിലധികം കേസ്, ക്രിമിനൽസ് ഉള്ളിടത്തോളം കാലം, കേസുകൾ വഴക്കുകൾ ഉള്ളിടത്തോളം കാലം എന്താണ്, ലോയേഴ്സിന് കേസ് കിട്ടും, സോൾജേഴ്സിന് യുദ്ധവും ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ ആർക്കും ആരുടെ പ്രൊഫഷനെയും ആരുടെയും നോർമലായിട്ടുള്ള ഒരു റുട്ടീനിനെ എൻ്റെ പ്രണയം ഒരു നഷ്ടം ഉണ്ടാക്കുന്നില്ല. Though she and I do love, I can see that everything shall run normally. The entire system shall run normally. But still I don't understand why the world around seems to be too much concerned, and why they are criticizing me for indulging in this act of love. അതുകൊണ്ട് my friend, I don't understand what you mean by this. Here actually the poet is trying to silence him. ആ ഫ്രണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? ആ ചുറ്റുമുള്ള വേൾഡിനെ തന്നെയാണ്, ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു വേൾഡിനെ തന്നെയാണ്. അപ്പോൾ ആ വേൾഡിനെ നിശബ്ദമാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഏറെക്കുറെ അദ്ദേഹം സക്സീഡായിട്ടും. And moving to the third stanza. Call us what you will, we are made such by love. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ അല്ലെങ്കിൽ ഞങ്ങളെ ഒരു ഫ്ലൈ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ മെഴുകുതിരിയായിട്ടോ, സ്വയം ഉരുകിത്തീരുന്ന ഒരു മെഴുകുതിരിയായിട്ടോ, അല്ലെങ്കിൽ എന്താണ് കുറച്ചും കൂടെ എലിവേറ്റഡ് ആയിട്ടുള്ള സ്കെയിലിൽ പറഞ്ഞാൽ ഒരു ഈഗിൾ ആൻഡ് ഡോവ്, ആ ഒരു പാരഡോക്സാണ് അവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കമ്പയർ ചെയ്യാം. ഫ്ലൈ എന്നുദ്ദേശിക്കുമ്പോൾ അതിന് രണ്ട് ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങളുടെ കണ്ണുകളിൽ ഞങ്ങൾ എന്താണ് മിയർ ഫ്ലൈസ് ആയിരിക്കാം, വെളിച്ചം കാണുന്നിടത്തേക്ക് ഓടി വന്ന് സ്വയം ഇല്ലാതാവുന്ന ഫ്ലൈസ് ആയിരിക്കും. ടു ഇൻസിഗ്നിഫിക്കൻറ്റ്, ട്രിവിയൽ, സില്ലി ആയിട്ടുള്ള ഫ്ലൈസ് ആയിരിക്കും. പക്ഷെ ഞങ്ങളുടെ ഓൺ എസ്റ്റിമേഷൻ, വെൻ വി വാല്യൂ ഓർ എസ്റ്റിമേറ്റ് അവർ സെൽസ്, വി ഫൈൻഡ് ദാറ്റ് വി ആർ മച്ച് മോർ എലിവേറ്റഡ്, ജസ്റ്റ് ലൈക്ക് വാട്ട് ദ ഈഗിൾ ആൻഡ് ദ ഡോവ്, ഓർ ദ ഫിനിക്സ് that resurrects, or that ഫിനിക്സ് പക്ഷി, ഫിനിക്സ് ലെജൻഡറി ആയിട്ടുള്ള ഫിനിക്സ് എന്നുള്ള ഇമേജ് എന്ന് പറഞ്ഞാൽ തൻ്റെ ആഷസിൽ നിന്ന് തന്നെ അത് വീണ്ടും ഉയർത്തെണീറ്റ് വരിക, റിസറക്റ്റഡ് ആയിട്ടുള്ള ഫിനിക്സ് എന്നുള്ള ആ ഒരു ഇമേജാണ്. ഫിനിക്സിൻ്റെ ആ ഒരു ഇമേജാണ് ഞങ്ങളെപ്പറ്റി സ്വയം തോന്നുന്നത്. ഞങ്ങൾ സ്വയം വിലയിരുത്തുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞങ്ങൾ ഫ്ലൈയോ അല്ലെങ്കിൽ ടേപ്പറോ അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഞങ്ങളെ കമ്പയർ ചെയ്യാം. പക്ഷേ ഞങ്ങളുടെ ഓൺ ഇവാലുവേഷൻ, സെൽഫ് എസ്റ്റിമേഷൻ ഞങ്ങൾക്ക് മനസ്സിലായതെന്താണ്, ഞങ്ങളെന്താണ് ഒരു ഈഗിൾ അല്ലെങ്കിൽ ഒരു ഡോവ്, ആ ഒരു തലത്തിലേക്കാണ് ഞങ്ങൾ ഉയർത്തപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ എന്താണ് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഞങ്ങൾ വീണ്ടും എന്താണ് ഉയർത്തെണീറ്റ് വരും. അവിടെ നമുക്ക് നോക്കിയാൽ ഈ പോം എഴുതിയിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഒരു ഹൈലൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, ഒരു റിഫ്ലക്ഷൻ കിട്ടുന്നുണ്ട്. കാരണം റീബേർത്ത് എന്നുള്ള റിസറക്ഷൻ അല്ലെങ്കിൽ റീബേർത്ത് എന്നുള്ളത് എന്താണ് റിനൈസൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഓൾസോ വി ക്യാൻ ഫൈൻഡ് ദാറ്റ് ദർ ഇസ് എ യൂസ് ഓഫ് വാട്ട് റിനൈസൻസ് pun that is a technique, literary device used here, because here we can see that at our own cost die, tapers at our own cost die എന്നുള്ള ആ ഒരു യൂസേജ് അത് നമുക്ക് വേറൊരു രീതിയിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യാം. കാരണം അത് ഫിസിക്കലായിട്ടുള്ള ഒരു ആക്ടിവിറ്റി, ഫിസിക്കൽ അല്ലെങ്കിൽ സെക്ഷുവൽ ആയിട്ടുള്ള ഒരു ലൈഫിനെയാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ലവ് എന്ന് പറഞ്ഞാൽ അത് കൺസ്യൂമേറ്റഡ് ആകുമ്പോൾ എന്താണ് ഫിസിക്കൽ ലവ് അല്ലെങ്കിൽ ലസ്റ്റിലാണ്. അപ്പോൾ ആ ഫിസിക്കൽ ലവ് അത് അറ്റൈൻ ചെയ്യുമ്പോൾ ഞങ്ങൾ എന്താണ് മെഴുകുതിരി പോലെ ഞങ്ങൾ അല്ലെങ്കിൽ എന്താണ് മെഴുകുതിരി ഉരുകി അതിൻ്റെ ക്ലൈമാക്സിലെത്തി, ആക്മിയിലെത്തി, അത് ഇല്ലാതാവുന്നു, സ്വയം ഇല്ലാതാവുന്നു. അതുപോലെ തന്നെ ഫ്ലൈസ് എന്താണ് ചെയ്യുന്നത്, ലൈറ്റിൻ്റെ അടുത്തേക്ക് വന്നത് സ്വയം ഇല്ലാതാവുന്നു. അപ്പോൾ ലൈറ്റിൻ്റെ അടുത്തേക്ക് എത്തുക എന്നുള്ളത് എന്താണ്, അതാണ് ക്ലൈമാക്സ് അല്ലെങ്കിൽ ആക്മി. മെഴുകുതിരിയും ആ ഇല്ലാതാവുന്ന അല്ലെങ്കിൽ കത്തിയ ഹൈറ്റൻഡായി നിൽക്കുന്ന ആ മൊമെൻറ്റിൽ നിന്ന് താഴേക്ക് വരുന്നത് ഇല്ലാതാവുന്നു, അതാണ് അതിൻ്റെ ആക്മി. അപ്പോൾ അതുപോലെ തന്നെയാണ് ഫിസിക്കലായിട്ടുള്ള ആ ഒരു ലവ്, ആമറസ് ആയിട്ടുള്ള ഒരു ലവ് അല്ലെങ്കിൽ ലസ്റ്റ്, ആ ഇൻസ്റ്റിങ്ക്റ്റ്, ആ ലസ്റ്റ്ഫുൾ ഇൻസ്റ്റിങ്ക്റ്റ് അതിൻ്റെ ആക്മിയിലെത്തുന്നു. അത് കഴിഞ്ഞ് എന്താണ് അത് ഇല്ലാതാവുന്നു. ബട്ട് അതവിടെ ഡൈ, ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് എൻഡ്സ് ഫോർ എവർ. ദ നെക്സ്റ്റ് മൊമെൻറ്റ് അനദർ ലസ്റ്റ്ഫുൾ ഇൻസ്റ്റിങ്ക്റ്റ് വീണ്ടും അത് വരുന്നു. അതുകൊണ്ടാണ് ഫിനിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ വി ഡൈ അറ്റ് അവർ ഓൺ കോസ്റ്റ്, ജസ്റ്റ് ലൈക്ക് ടേപ്പേഴ്സ്. we again the next moment we get resurrected, just like what the phoenix
നിങ്ങളുടെ ആഷിൽ നിന്ന് തന്നെ ഞങ്ങൾ എന്താണ് ഫിനിക്സ് പക്ഷിയെ പോലെ വീണ്ടും എന്താണ് ഉയർത്തെണീറ്റ് വരുന്നു. അതൊരു കൺസീറ്റാണ്, മെറ്റഫിസിക്കൽ കൺസീറ്റാണ്. വളരെ അതാണ് ഹെറ്ററോജീനിയസ് ഐഡിയാസ് യോക്ക് ടുഗെദർ ബൈ വയലൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് കറക്റ്റ് വരുന്നത് അതിൻ്റെ ആ ഒരു എക്സാമ്പിൾ വരുന്നത് ഇവിടെയാണ്. കാരണം ഒട്ടും നമുക്ക് ലോജിക്കലായിട്ടുള്ള നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത അല്ലെ അൺകണക്റ്റഡ് ആയിട്ടുള്ള ഐഡിയാസിനാണ് ഇവിടെ ചേർത്ത് വെച്ചിരിക്കുന്നത്, കമ്പയർ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഇമാജിൻ ഹൗ ലവേഴ്സ് ആർ കമ്പയർ ടു ദ ടേപ്പേഴ്സ് ആൻഡ് ദ ഡൈ അറ്റ് ദെയർ ഓൺ കോസ്റ്റ് ആൻഡ് അഗെയിൻ ദേ ആർ വട്ട് റിസറക്റ്റഡ് ജസ്റ്റ് ലൈക്ക് ദ ഫിനിക്സ് ബോട്ട് ഫ്രം ഇറ്റ്സ് ഓൺ ആഷസ്. അപ്പോൾ അതൊരു പാരഡോക്സാണ്, അതേസമയം കൺസീറ്റുമാണ്. ബൈ അസ് വി ടു ബീങ് വൺ ആർ ഇറ്റ്. ഫിനിക്സ് പക്ഷിയെപ്പോലെ ഞങ്ങൾ ഉയർത്തെണീറ്റ് വന്ന് ഞാനും എൻ്റെ ബിലവഡും എന്താണ് ഒരു ആൻഡ്രോഗൈനസ്, അതായത് അവിടെ ജെൻഡർ വ്യത്യാസം അവിടെ വരുന്നില്ല, ഒരു ആൻഡ്രോഗൈനസ് സെൽഫായിട്ട് ഞങ്ങൾ മാറുന്നു. സോ ടു വൺ ന്യൂട്രൽ തിങ് ബോത്ത് സെക്സസ് ഫിറ്റ്. സോ വി ടേൺ ടു an androgynous self with the fusion of myself and my beloved. And we die and rise the same and prove mysterious by this love. So there lies the mystery of our love. We die and rise. ഒരേ സമയം ഞങ്ങൾ എന്താണ് വി ഡൈ ആൻഡ് വി റൈസ് അറ്റ് ദ നെക്സ്റ്റ് മൊമെൻറ്റ്. അതാണ് ആ ലസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റ് അതിൻ്റെ ആക്മിലെത്തി ക്ലൈമാക്സിലെത്തി അത് ഡൈ ചെയ്യുന്നു. ബട്ട് ദ നെക്സ്റ്റ് മൊമെൻറ്റ് അനദർ ഇൻസ്റ്റിങ്ക്റ്റ് ഇസ് ബീങ് ഇൻസ്റ്റിൽഡ് വൺസ് അഗെയിൻ. അതാണ് വി ഡൈ ആൻഡ് റൈസ് ദ സെയിം ആൻഡ് പ്രൂവ് മിസ്റ്റീരിയസ് ബൈ ദിസ് കൈൻഡ് ഓഫ് ലവ്. ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് ആൻസർ, ഇവിടെ പോയിട്ട് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പോയിറ്റിൻ്റെ അവരുടെ ലവിൻ്റെ സ്വഭാവത്തെയാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. വി ക്യാൻ ഡൈ ബൈ ഇറ്റ്. ഞങ്ങളുടെ പ്രണയത്തിനൊരു പ്രത്യേകതയുണ്ട്. വി ക്യാൻ ഡൈ ബൈ ഇറ്റ് ഇഫ് നോട്ട് ലിവ് ബൈ ലവ്. ഇഫ് യു പീപ്പിൾ വോണ്ട് അലൗ അസ് ടു ലിവ് or if you don't glorify our love, there is one more possibility, that is we can die by it. And if unfit for tombs and hearse our legend be, it will fit for verse. ഇനി ഞങ്ങളുടെ പ്രണയം ഗ്ലോറിഫൈ ചെയ്യുന്നത് മൂലം എന്താണ്, ഞങ്ങൾക്ക് എന്താണ് സോണറ്റ്സിൽ അല്ലെങ്കിൽ കവിതയിൽ വേഴ്സിൽ ഫൈനായിട്ടുള്ള ലിറിക്സിൽ എന്തെങ്കിലും എന്താണ് ഞങ്ങളുടെ ഈ ലവിൻ്റെ സ്റ്റോറി കമ്മമറേറ്റ് ചെയ്യപ്പെടും. ആൻഡ് ഇഫ് നോ പീസ് ഓഫ് ക്രോണിക്കൽ വി പ്രൂവ് വി വിൽ ബിൽഡ് ഇൻ സോണറ്റ്സ് പ്രിറ്റി റൂംസ്. ഞങ്ങളുടെ പ്രണയം എന്താണ് പ്രിറ്റി ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള കാവ്യങ്ങളിൽ പോലും എന്താണ് ഇടം പിടിച്ചേക്കാം. വി വിൽ ബിൽഡ് ഇൻ സോണറ്റ്സ് പ്രിറ്റി റൂംസ് ആസ് വെൽ എ വെൽ റോട്ട് ഏൺ ബിക്കംസ് ദ ഗ്രേറ്റസ്റ്റ് ആഷസ് ഓഫ് ഹാഫ് ഏക്കർ ടോംസ്. മരിച്ചു പോകുന്ന ഒരു വ്യക്തിയുടെ ആഷസ് എങ്ങനെയാണോ ഒരു ഏണിൽ അല്ലെങ്കിൽ ഒരു ടോംബിൽ അത് സൂക്ഷിച്ച് വെക്കുന്നത്, അതുപോലെ ആയിരിക്കും ഞങ്ങളുടെ പ്രണയവും കാനോണൈസ്ഡ് ആവുന്നത്. എങ്ങനെ ഞങ്ങളെപ്പറ്റിയുള്ള ഞങ്ങളുടെ പ്രണയത്തെ പറ്റിയുള്ള കാവ്യങ്ങളിൽ അല്ലെങ്കിൽ പോവംസിൽ ഞങ്ങൾ വീണ്ടും എന്താണ് വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടും. അങ്ങനെ ഞങ്ങൾ വിശുദ്ധരാക്കപ്പെടുമ്പോൾ ആൻഡ് ദസ് വെൻ വി ആർ കാനനൈസ്ഡ് due to the nature or character of our love, we shall be elevated. നിങ്ങൾ ഉള്ളതിനേക്കാൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ഈ വേൾഡ് ഉള്ളതിനേക്കാൾ ഒരു പടി മുകളിലായി ഞങ്ങൾ എലിവേറ്റ് ചെയ്യപ്പെടും. ആൻഡ് മെയ്ഡ് വൺ അനദേഴ്സ് ഹെർമിറ്റേജ്, യു ടു ഹൂം ലവ് വാസ് പീസ് ആൻഡ് ലവ് വാസ് റേജ്, ഹൂ ഡിഡ് ദ whole world soul contract and drove into the glasses of your eyes. And thus I can see that the whole world and we shall be uplifted. ഞങ്ങൾ ഉയർത്തപ്പെടും, ഒരു പടി കൂടെ നിങ്ങളെക്കാളും മുകളിലായിട്ട് ഞങ്ങൾ ഉയർത്തപ്പെടും. ആൻഡ് വി ഷാൽ റീച്ച് ഹെവൻ. അങ്ങനെ ഞങ്ങളുടെ ഹെർമിറ്റേജ് ഞങ്ങളെ എവിടെ എത്തിക്കും? ഞങ്ങളെ ഹെവനിലെത്തിക്കും. ഹെവനിലിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ഈ വേൾഡിനെ നോക്കിക്കാണാനായി സാധിക്കും. ആൻഡ് ഐ കുഡ് സീ എല്ലാവരും സെയിൻസ്. അപ്പോൾ ഞങ്ങൾ സെയിൻസായി മാറുന്നു, പ്രണയത്തിൻ്റെ സെയിൻസായിട്ട് മാറുന്നു, ഹെർമിറ്റ്സ് ആയിട്ട് മാറുന്നു. പ്രണയത്തിൻ്റെ സെയിൻസ് ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് വരുന്ന പ്രേയേഴ്സ് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ആ പ്രേയേഴ്സ് ഞങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ആൻഡ് സോ മെയ്ഡ് സച്ച് മിറേഴ്സ് ആൻഡ് സച്ച് സ്പൈസ് ദാറ്റ് ദേ ഡിഡ് ഓൾ ടു യു എപ്പിറ്റോമൈസ്. അങ്ങനെ ഞങ്ങളെന്താണ് പ്രണയത്തിൻ്റെ എപ്പിറ്റോംസ് ആയിട്ട് ഞങ്ങളെ മാറ്റും. ആൻഡ് ഫ്രം കൺട്രീസ്, ടൗൺസ്, കോഡ്സ്, താഴ്ന്ന് അതായത് ഭൂമിയിൽ നിന്ന് വരുന്ന എല്ലാ പ്രേയേഴ്സും എല്ലാവരും എവ്രി വൺ ഷെൽ ഇൻവോക്ക് ദ സെയിൻസ് വൺസ് ദേ ആർ proclaimed as saints. And here when we ourselves are canonized as saints, we also get invoked from the earth below. And everybody and everything in this world shall beg from above a pattern of your love. അങ്ങനെ വരുമ്പോഴെന്ത് സംഭവിക്കും? ഞങ്ങളുടെ പ്രണയമാണ് ഐഡിയലായിട്ടുള്ള പ്രണയം എന്നുള്ള രീതിയിൽ ഞങ്ങളെ സെയിൻസായിട്ട് ഫൈനലി കാനനൈസ് ചെയ്യപ്പെടും, വിശുദ്ധരായി, അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ സെയിൻസായിട്ട് ഞങ്ങളെ ഫൈനലി പ്രഖ്യാപിക്കും എന്നാണ് പോയിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്.